നമസ്കാരം. ക്രിസ്തുമസിലേക്ക് ഇനി 21 ദിവസങ്ങൾ. ഇന്നലെ നാം കണ്ടു, ക്രിസ്തുമസ് എന്ന ചിന്ത ദൈവത്തിനുണ്ടാകുന്നത് ഒരു വലിയ ചതിയുടെ നൊമ്പരത്തിൽ നിന്നുമാണ്. അത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലുമാണ്. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും വിസ്മരിക്കുന്ന വാഗ്ദാനം. ആദ്യ മാതാപിതാക്കളിലൂടെ പറുദീസ നഷ്ടമായവർക്ക് പുതിയ പറുദീസ, ആദ്യ മാതാപിതാക്കളിലൂടെ സ്വർഗം നിഷേധിക്കപ്പെട്ടവർക്ക് പുതിയ സ്വർഗീയ ജെറൂസലേം, അതായത് നിത്യജീവൻ. അതുകൊണ്ട് ഞാൻ പറയും, ക്രിസ്തുമസ് എന്ന ദൈവത്തിൻ്റെ ചിന്ത തന്നെ ഒരു ഉയിർപ്പിൻ്റെ ചിന്തയാണ്. ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്ത ഉയിർപ്പിനെ കുറിച്ചല്ല, എല്ലാ നഷ്ടമാകലുകളുടെയും, എല്ലാ അവിശ്വസ്തതകളുടെയും, എല്ലാ ചതികളുടെയും, എല്ലാ വഞ്ചനകളുടെയും മേൽ നിത്യമായ ഒരു സമാധാനം പടുത്തുയർത്തുകയാണ് പിതാവായ ദൈവം ക്രിസ്തുമസ് എന്ന ചിന്തയിലൂടെ. ഒരു കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ക്രിസ്തുമസിലേക്ക് നാം ഒരുങ്ങുമ്പോൾ പലതും വെട്ടിനിരത്തി ചില കുഞ്ഞു പുൽക്കൂടുകൾ ഇന്നു മുതൽ നാം പടുത്തുയർത്തണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ പറുദീസ നമുക്ക് തിരികെ പിടിക്കണം. ഇതാകട്ടെ ക്രിസ്തുമസിലേക്ക് ഇനി 21 ദിവസങ്ങൾ കൂടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥന. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ജോമോൻ ആലപ്പുഴ.